ഞാൻ രാഹുൽ. ഇത് തെക്കുംകര എന്ന് പറഞ്ഞ മച്ചാട് തെക്കുംകരയുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം. ക്രിയേറ്റീവ് അലുമിനിയം എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. സാർ, ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ട്. കുറുപ്പൂർ റോഡിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്നൊരു ഷോപ്പിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അവിടെ വർക്ക് പഠിച്ച് ഒരു നാല് വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തതാ. അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ഇടണമെന്ന ഒരു ആഗ്രഹത്തിലായി ഞാൻ തെക്കുംകര ഈ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങില് നമ്മളൊരു ചെറിയൊരു ഷോപ്പായി ഇട്ടു. അവിടുന്ന് ഈ ബിൽഡിങ് പുതിയത് കയറ്റുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് നമ്മളാണ് ആദ്യം ഷോപ്പുകൾ ചെയ്തത്. നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയങ്ങളിൽ എന്തൊക്കെ വർക്കായിരുന്നു? ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനലകളും അതുപോലെ PVC ഡോറ്, ബാത്റൂം ഡോറ്, അങ്ങനെയുള്ള ഡോറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം തുടക്കങ്ങളിലുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ ചെറിയ ചെറിയ ഷോക്കേസുകളും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. അത് മാറി പിന്നെ കിച്ചൺ കബോർഡുകളായിട്ട് നമ്മള് അധികം പുതിയ മോഡലുകളായി. ആദ്യത്തെ ക്യാബിനറ്റ് വർക്കായിരുന്നു കിച്ചൺ ക്യാബിനറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 5 mm ലിപ്പിന്റെ ഒരു വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറി ഇപ്പൊ ജയസ്കോർ എന്ന് പറഞ്ഞ പുതിയൊരു മെറ്റീരിയലിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ 2025-2027 കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഒരു മാറ്റങ്ങൾ എത്രത്തോളം ഉള്ളത്? ഇത് ഭയങ്കര നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അലുമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് ഈ മറ്റേ മൾട്ടിവുഡിന്റെയും ഇതിന്റെയൊക്കെ ഇത് നോക്കുമ്പോൾ നമുക്ക് അത്രയും ലാഭത്തില് പകുതി പൈസയില് ഒരു വർക്കിന് 3 ലക്ഷം രൂപ വർക്കാണെങ്കിൽ നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അലുമിനിയത്തില് ആ മോഡലിൽ തന്നെ ചെയ്തു വെക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്കുകളൊക്കെ. ഗൾഫ് മോഡൽ വർക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. മോഡുലർ കിച്ചന്റെ വർക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഡിസൈനൊക്കെ നമ്മള് സാറിനാണോ ഡിസൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതൊക്കെ? ഒരുവിധമൊക്കെ വീട്ടുകാർ നമുക്ക് സെലക്ട് ചെയ്ത് തരും. കളറുകളും അതിന്റെ എങ്ങനെയൊക്കെ വേണം ഡോറുകൾ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ ചിലപ്പോൾ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് നമ്മളെടുത്ത് പറയും ഇന്ന രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് എഞ്ചിനീയർമാരാണ് പറഞ്ഞത് കൂടുതൽ തരാറ്. ശരിക്കും ഇതിന്റെ ഒരു മെറ്റീരിയലുകൾ ഇപ്പോ സുലഭമായി കിട്ടുന്നുണ്ട്? പുതിയ മെറ്റീരിയലൊക്കെ ഇറങ്ങുന്നുണ്ടോ? പുതിയ മെറ്റീരിയൽ എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ കുറച്ച് ഷോർട്ടേജ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നമുക്ക് ഈ യുദ്ധമൊക്കെ വന്ന കാരണം ചെറുതായിട്ട് മെറ്റീരിയലിന് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ശരിക്കും നമ്മള് ഒരു സൈറ്റ് പറഞ്ഞത് നമ്മള് സാറ് ഈ വടക്കാഞ്ചേരി ഭാഗമാണ് എല്ലാ ജില്ല എല്ലാ സ്ഥലങ്ങളിലും എത്താറുണ്ട്? ഇപ്പൊ ഒരു എല്ലാ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നമ്മൾ തൃശ്ശൂര്, തിരുവല്ലാമല, അതുപോലെ പാലക്കാട് ഒരു കൊല്ലംകോട് ആ ഭാഗത്തേക്ക് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തൃശ്ശൂര് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇരിഞ്ഞാലക്കുട വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത്? എങ്ങനെ ഒരു വർക്ക് കണ്ടിട്ടാണ്. ഒരു വർക്ക് കണ്ട് അടുത്ത വർക്കിലേക്ക് ആ വീട്ടുകാർ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. പിന്നെ കുറച്ച് എഞ്ചിനീയർമാരുടെ വർക്കുകളുണ്ട് നമുക്ക്. സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുള്ളത് സാറിന്? ഇപ്പൊ വർക്കേഴ്സ് ആയിട്ട് 2 പേരാണുള്ളത്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക് വരികയാണെങ്കിൽ വേറെ പുറമെന്ന് വിളിക്കും. അത് നമ്മളെ കിച്ചൺ ഫുള്ളായിട്ട് ഫെറോസിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഏരിയ മാത്രമേ ചെയ്യണ്ടോ. അത് ബോക്സ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ആ ഫെറോസിമെന്റ് ഇല്ലാണ്ട് ബോക്സ് ടൈപ്പ് ഗ്രാനൈറ്റ് നമ്മൾ ഇടില്ല. ഗ്രാനൈറ്റ് ക്ലയന്റ് ഇടാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന ആക്സസറീസ് സെപ്പറേറ്റ് ആണ്. അത് ക്ലയന്റ് എങ്ങനെയാ പറയാന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഒരു ആക്സസറീസിന്റെ റേറ്റ് പറയാൻ പറ്റുള്ളൂ. അത് നോർമലിലൊരു ക്ലയന്റ് പറയുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 15 രൂപ അടുത്ത് ആക്സസറീസ് വേണ്ടി വരും നോർമൽ കിച്ചണൊക്കെ ആകുമ്പോൾ. അത് നിർബന്ധമായിട്ട് വെച്ചാലാണ് അതിന്റെ ഭംഗി വരുള്ളൂ. പിന്നൊരു ടോൾ യൂണിറ്റ് എന്നൊക്കെ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒന്നുകൂടിയും പോഷാണ്. ഒരു 21,000 രൂപയൊക്കെ ആ റേഞ്ച് വരും. ആ യൂണിറ്റിന് തന്നെ ഭംഗി ഉണ്ടാവും. ശരിക്കും ഒരു പുതിയ ഇപ്പൊ നിക്കണ ഇതില് ഒരു പുതിയൊരു വീട് പണിയുമ്പോ നിങ്ങളുടെ ഇന്റീരിയൽ സെക്ഷനില് എന്തൊക്കെ വർക്കുകളാണ് ശരിക്കും അവിടെ വരുന്നത്? നമുക്ക് അവിടെ TV യൂണിറ്റ് ചെയ്യാം, കബോർഡ് വർക്കുകൾ ചെയ്യാം, കിച്ചൺ കബോർഡ് ചെയ്യാം. പിന്നെ അവിടെ PVC ഡോർ നമ്മുടെ വരുന്നുണ്ട്. പിന്നെ സ്ലൈഡിങ് ഡോർസ് വേണമെങ്കിൽ ചെയ്യാം അലുമിനിയത്തില്. സ്ലൈഡിങ് ഡോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിഞ്ഞാൽ കർട്ടൻ വാൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. കർട്ടന്റെ വർക്കും എല്ലാം നമ്മൾ അലുമിനിയത്തിനായി ബന്ധപ്പെട്ട എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം അത് പിന്നെ വേറെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. വേറെ നമ്മൾക്കായിട്ട് വന്നിട്ട് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അലുമിനിയത്തിന്റെ പറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏത് വർക്കിനും നമ്മൾ ചെയ്തു കൊടുക്കും. ഏറ്റവും പീക്ക് സമയത്ത് നമുക്ക് കിട്ടുക എല്ലാ വർക്കേഴ്സിന്റെയും കഴിഞ്ഞ് പെയിന്റേഴ്സിന്റെ അവസാന ഘട്ടത്തിലാണ് നമുക്ക് നമ്മുടെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. ആ സമയത്താണ് ഇവര് അവിടുത്തെ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റ് വരെ എടുത്തിട്ടുണ്ടാവുക. ആ ഒരു 2 ആഴ്ച സമയമാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ വർക്കാണ്. ആ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ വർക്കിന് പറഞ്ഞത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് അതിന്റെ ഹൗസ് വാമിങ് എന്ന് പറഞ്ഞു. അതിന്റെ വർക്കിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ടൈം നോക്കാണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മള് പറഞ്ഞ സമയത്ത് നമ്മള് പരമാവധി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് കസ്റ്റമർ സാറിലേക്ക് ഒരു അതെ. ഫാമിലിക്ക് വരുമ്പോ ഫാമിലി ആരൊക്കെയാണ് സാറിന്റെ? ഫാമിലി അമ്മയുണ്ട്,
പിന്നെ വൈഫ്, 2 ഉണ്ണികളാണ്, മോനും മോളും. സാറിന്റെ ഒരു ആഗ്രഹം എന്താ ശരിക്കും, ഒരു ഡ്രീം എന്താ? ഡ്രീം എന്താണെന്ന് നമുക്ക് കുറച്ച് ഒരു 10-15 പേർക്ക് ജോലി കൊടുക്കുക. 15 പേർക്ക് നമുക്ക് ഇതിന്റെ അലുമിനിയത്തിന്റെ പ്രൊഡക്ഷൻ, ഞാനിപ്പോ പുതിയ ആശയങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കുറച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ ഇറക്കി വെച്ച് സാധനങ്ങൾ നമ്മളെ സ്റ്റോക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് എത്രയും ലാഭത്തിന് കൊടുക്കാൻ പറ്റിയ നമ്മള് നേരിട്ട് കടകളിൽ നിന്ന് മേടിക്കാണ്ട് നേരെ ഞാൻ ഇതിന് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ച് അത് വീട്ടുകാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഇതിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശരിക്കും ഒരുപാട് വർഷം കുറയായി ഈ മേഖലയില്. ഓരോ വർഷം തോറും ഇതിന്റെ ഒരു മാറ്റങ്ങളും അതുപോലെ വർക്ക് കൂടുതലും തോന്നിയിട്ടുണ്ടോ? പിന്നെ നല്ല മാറ്റങ്ങളുണ്ട് ഈ വർഷം. നല്ല ചില സമയത്ത് നമുക്ക് ഇപ്പൊ നല്ല ടൈറ്റ് സമയമാണ്, നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പൊ എല്ലാരും വർക്ക് ചെയ്യുന്ന സമയങ്ങളാണ്, വർക്ക് ചെയ്യുന്ന സമയമാണ്. ഈ പീസിയുടെ വർക്ക് നമ്മൾ എടുക്കുന്നില്ല. നമ്മളിപ്പോ അൾജീരിയയുടെ സ്ലൈഡിങ് എടുക്കുന്നുണ്ട്. പിന്നെ അലുമിനിയത്തിന്റെ വർക്കാണ് കൂടുതൽ എടുക്കുന്നത്. അലുമിനിയത്തിന്റെ വർക്കാണ്. പിന്നെ ഗ്ലാസിന്റെ വർക്ക്, ടഫ് ആൻഡ് ഗ്ലാസ്, ഗ്ലാസിന്റെയും വർക്ക് എടുക്കുന്നുണ്ട്. ഗ്ലാസിന്റെ വർക്ക് എടുക്കുന്നത്. പിന്നെ ഇന്റീരിയർ സെക്ഷനിൽ എന്താ ചെയ്യുന്നത്? പിന്നെ ഇന്റീരിയർ കിച്ചൺ കബോർഡ് ചെയ്യുന്നുണ്ട്, കബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോക്കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ഷോക്കേസ് ഉണ്ട്, പിന്നെ ക്ലോസ് ആയിട്ടുള്ള ഷോക്കേസ് ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് അലുമിനിയത്തിന്റെ ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. നമുക്കൊരു വർക്കിന് ശരിക്കും ഒരു ടൈം ശരിക്കും എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം? കസ്റ്റമേഴ്സിനോട് പറയാം. ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ ഒരു വർക്ക് ഏകദേശം ഒരു 2 ആഴ്ച നമുക്ക് വർക്ക്ഷോപ്പിൽ പണിയാനുള്ള സമയം വേണം. അത് കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയോളം നമ്മൾ അവരുടെ വീട്ടിൽ ഫിറ്റിങ്ങിനുള്ള സമയം തരണം ഒരു വീടിന്റെ ഫുൾ വർക്കിന്. ശരിക്കും നമ്മൾ വർക്കുകൾ കൂടുതലും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. ഒരുവിധം വർക്ക് 80% നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടേ പോകുള്ളൂ. അതാണ് കുറച്ച് ഈസി. നമുക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാളിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അധികം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോവുക. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടേ പോകും. നമ്മളെ ഈ അഡ്രസ് ഒന്നും കൂടി പറയാം സാറേ. ഇത് തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ തെക്കുംകര പഞ്ചായത്തില് തെക്കുംകര എന്ന സ്ഥലത്താണ് ഇതുള്ളത്. സ്ഥാപനത്തിന്റെ പേര് ക്രിയേറ്റീവ് അലുമിനിയം.